ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നല്ലൊരു സൈഡ് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ ഒരു നല്ലൊരു ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റ് പരുവത്തിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിപ്പോൾ ഏകദേശം 1.5 കിലോയ്ക്ക് അടുത്തുള്ള കൊഞ്ചാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ നടുഭാഗത്തെ വെയിനൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പം കൊഞ്ച് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ നടുഭാഗത്തെ വെയിൻ നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ തേച്ച് പിടിപ്പിക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണിനടുത്തുള്ള കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയോ ചേർക്കാവുന്നതാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കണം. അപ്പം നമ്മളിത് ഡ്രൈ ആയിട്ടല്ല റെഡിയാക്കുന്നത്. അപ്പം തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിന് പുളിക്ക് ആവശ്യത്തിന് പിഴുപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാനിത് 15 മിനിറ്റ് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിൻ്റെ നീരൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെക്കാം ഈ കൊഞ്ചിലേക്ക്. 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പം 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അതുപോലെ കൊഞ്ച് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അതുപോലെ ആ തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ പുളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് വിനിഗറോ നാരങ്ങാനീരോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഒരു മസാലയും കൂടെ ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് 3 സവാളയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പ്രോൺസിനകത്തൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് തക്കാളിയാണ്. അപ്പോൾ പുളിക്ക് അനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ തക്കാളി ചേർക്കാൻ. അപ്പോൾ ഞാൻ വലിയൊരു തക്കാളി ചേർത്തു. പിന്നെ നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ മസാല പുരട്ടിയില്ലേ, അതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്ന ആ ജ്യൂസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കണം. കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് ഫ്രൈ കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്ര ആയപ്പോഴത്തേനും നമ്മുടെ കൊഞ്ച് അല്ലെങ്കിൽ പ്രോൺസ് ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റ് എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷാണ്. ഈ കൊഞ്ചിനകത്ത് നല്ല പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ധാരാളം അമിനോ ആസിഡ് ഉണ്ട്. ലോ കലോറിയാണ്. ചിലർക്ക് മാത്രം ഇത് അലർജിക് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സൈഡ് ഡിഷാണ്. അപ്പം നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിയാൽ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.